ഹിന്ദു അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദു പത്രത്തിന്റെ അനാലിസിസിലേക്ക് നമ്മൾ കിടക്കുന്നു. ജൂൺ 5 സാറ്റർഡേയിലെ ഹിന്ദു പത്രത്തിലേക്കാണ്. അതിന്റെ അനാലിസിസിലാണ് നമ്മൾ ആദ്യം പോവുക. അമരിന്ദർ ബ്രീഫ്സ് AICC പാനൽ അണ്ടർലൈൻസ് നീഡ് ഫോർ യൂണിറ്റി. നമുക്കറിയാം, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പഞ്ചാബിൽ അധികാരത്തിലിരിക്കുകയാണ്. ഇപ്പോൾ ഒരു AICC പാനൽ വന്നിരുന്നു. കാരണം അവിടെ മുൻ ക്രിക്കറ്ററായിരുന്ന നവ്ജോത് സിംഗ് സിദ്ധു, അദ്ദേഹം കുറച്ചൊക്കെ തെറ്റി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏതാണ്ട് 6 മാസത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇലക്ഷൻ വിജയിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് എന്നതുകൊണ്ടാണ് AICC പാനലിനോടും തന്റെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ടും അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. Delta variant led to most post-vaccine infections in Delhi. വേരിയന്റ് ഡെൽറ്റ B.1.6172 ഒരുപക്ഷെ കൊറോണ വൈറസ് വേരിയൻസിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. അത് ഡൽഹിയിലും മറ്റുമൊക്കെ വളരെ നിർണായകമായ തരത്തിൽ പലതരത്തിലുള്ള ആളുകളിലേക്കും അസുഖം വീണ്ടും വരുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു. ലോക്കൽ പേജുകളാണ് പിന്നീടുള്ളത്. നമുക്ക് അത്ര ആവശ്യമുള്ള പേജുകളല്ല, നമ്മളത് ഒഴിവാക്കുന്ന അത്തരം പേജുകൾ, വാർത്തകൾ ഒഴിവാക്കുകയാണ്. നമ്മളടുത്ത പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും പേജുകളിലേക്കും നമ്മൾ പോവുകയാണ്. കേരള ബജറ്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല. എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ നാഷണൽ ബയോഡൈവേഴ്സിറ്റി മിഷനെ കുറിച്ചുള്ള ഒരു ലേഖനമുണ്ട്. നമ്മളിതൊന്ന് ചർച്ച ചെയ്യുന്നു. വേൾഡ് എൻവയോൺമെന്റ് ഡേ ജൂൺ 5 സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ നോവൽ കൊറോണ വൈറസ് പാൻഡമിക് അത് രാജ്യമൊട്ടാകെ ആഞ്ഞടിക്കുമ്പോൾ പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം തിരിച്ചു പിടിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഈ ലേഖനം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു റിച്ച് ബയോഡൈവേഴ്സിറ്റിയിലേക്ക് നമ്മൾ എന്തുകൊണ്ട് പോകണം, അത്തരം മേഖലകളിൽ പ്രത്യേകിച്ച് എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലെ ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായിട്ട് മുൻപോട്ടേക്ക് വെക്കുകയാണ്. ഇപ്പോൾ പ്രകൃതിയുടെ ഒരു സമതുലിതാവസ്ഥ നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ ചർച്ച കടന്നു പോകുന്നുണ്ട്. 2 cheers. India better score in the latest SDG index, but methodological tinkering is cause for concern. ഇന്ത്യയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ക്ലീൻ എനർജി, അർബൻ ഡെവലപ്മെന്റ്, ഹെൽത്ത്, ഇതൊക്കെ നമ്മുടെ SDG സ്കോർ 60-ൽ നിന്ന് 66 ഉയരുന്നതിന് കാരണമായി. 2019 60 അത് 66. ഇങ്ങനെയുള്ള ഫിഗേഴ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ഫിഗേഴ്സ് ആണ് നമുക്ക് ഈ പത്രം വായിക്കുമ്പോൾ കിട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. SDG സ്കോർ 2019 60 അത് 2021 ആയപ്പോഴേക്കും 66 മാറി എന്നുള്ളത് നമുക്കൊരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നമ്മുടെ ആൻസേഴ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഹൗസ് ഹോൾഡ്സിന് ഇലക്ട്രിസിറ്റി, ക്ലീൻ കുക്കിംഗ് ഫ്യൂവൽ തുടങ്ങിയവയെല്ലാം നടപ്പിലാക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റാർക്ക് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സദേൺ ആൻഡ് വെസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓൺ ദ one hand and north, central and eastern state the other in their performance on SDGs. Point persisting socio-economic and governance disparities, if left unaddressed, will exacerbate federal challenges and outcomes. അപ്പോൾ ഈ കീ ഇൻഡിക്കേറ്റേഴ്സിലൊക്കെയുള്ള ഇംപ്രൂവ്മെന്റ് അത് പോസിറ്റീവാണ്. എന്നാൽ മറ്റൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, അവരുടെയുള്ള ഇക്വാലിറ്റി, അവര് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ക്രൈംസ്, SC/ST കമ്മ്യൂണിറ്റീസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ളത്, ബൈ ഡ്രോപ്പിംഗ് ദ വെൽ റെക്കഗ്നൈസ്ഡ് Gini coefficient measure and the growth rate of household expenditure per capita among 40% of the rural and urban populations. Only the percentage of population in the lowest 2 wealth quantiles is used. SDG score
ഓൺ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് that you have missed out on capturing the impact of the pandemic on wealth impact, അല്ലെങ്കിൽ പാൻഡമിക് വെൽത്ത് ബാലൻസിൽ എങ്ങനെ മാറ്റം വരുത്തി എന്നുള്ളതിനെ കുറിച്ച് അത് ചർച്ച ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഘടകങ്ങൾ കൂടി പ്രാധാന്യം കൊടുക്കണമെന്ന് ഹിന്ദു എഡിറ്റോറിയൽ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. വിൻസ് ഓഫ് ചേഞ്ച്, ഇസ്രായേലിൽ പുതിയൊരു കോalition വരുന്നു. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, അദ്ദേഹത്തിന് ഇസ്രായേലിന്റെ ഫ്രാക്ഷ്യസ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ അദ്ദേഹം ഒരു മാസ്റ്റർ ഓഫ് സർവൈവൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി 2009 തൊട്ട് തന്നെ ഏറ്റവും കൂടുതൽ കാലമായി ഇസ്രായേൽ ഭരിക്കുന്ന ഭരണാധികാരി എന്നുള്ള വിശേഷണവും കൂടി അദ്ദേഹത്തിന് ഉണ്ട്. പക്ഷേ എലക്ഷൻസ് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നു. പലപ്പോഴും ക്രൈസിസിനെ പൊളിറ്റിക്കൽ ഗെയിൻ ആക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് ഇത്തവണ അവസരം ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഡേവിഡ് ബെൻ ഗുരൂജിയ എന്നെ നേരിട്ടാണ് അദ്ദേഹം ലോങ്സ്റ്റ് സർവിങ് പ്രൈം മിനിസ്റ്റർ എന്നുള്ള തലത്തിലേക്കൊക്കെ വന്നത്. 8 പാർട്ടീസിന്റെ കോalition ആയിരുന്നു. അതിന്റെ ലീഡർഷിപ്പിലേക്കാണ് അദ്ദേഹം coalition of 8 parties under the leadership of opposition politician Yair Lapid could host Netanyahu. അപ്പോൾ ഈ ഒരു ഒപ്പോസിഷൻ ഒരുമിച്ച് ചേർന്ന് നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ലോകം വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് വീക്ഷിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. DSCക്ക് 6 കൺവെൻഷണൽ സബ്മറൈൻസ് ഉണ്ടാക്കാനുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അപ്രൂവൽ ലഭിച്ചിരിക്കുന്നു. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് അദ്ദേഹമാണ് ഇത് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. പെൻഷൻ നോംസ് ഈസ് ചെയ്തിരിക്കുന്നു ഫാമിലീസ് ഓഫ് ഡിസീസ്ഡ് സ്റ്റാഫ്. പോസ്റ്റ് വാക്സിൻ കേസസും ഡെൽറ്റ വേരിയന്റ് മൂലം ഉണ്ടാവുന്നു എന്നുള്ളതാണ് വാർത്ത ചെയ്തിരിക്കുന്നത്. അതായത് വാക്സിൻ എടുത്ത ആളുകളിലേക്കും വീണ്ടും അവർക്കും ബുദ്ധിമുട്ട് നേരിടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പുട്നിക് വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അപ്രൂവൽ ലഭിച്ചിരിക്കുന്നു. നമ്മൾ വാർത്തകളെല്ലാം ഇന്ന് ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. Twitter storm 6 chapter on the Northeast in NCERT books. പഞ്ചാബ് ബേസ്ഡ് യൂട്യൂബർ, അദ്ദേഹത്തിന്റെ ഒരു റേഷ്യൽ സ്ലർ വന്നു. അരുണാചൽ പ്രദേശ് MLA നോ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ആവശ്യമാണ്, പുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു മൈക്രോ ബ്ലോഗിങ് സൈറ്റ്സിലും ഒക്കെ തന്നെ, കാരണം ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ആളുകൾക്കും നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലുള്ള ആളുകളെ കുറിച്ചോ അവരുടെ സംസ്കാരത്തെ കുറിച്ചോ എത്നിസിറ്റിയെ കുറിച്ചോ ഒന്നും തന്നെ കാര്യമായ വിവരമില്ല. ഒരു യൂട്യൂബറും അതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും MLA പറഞ്ഞു നോർത്ത് ഈസ്റ്റേൺ റീജിയനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അറിവ് ആളുകളിൽ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. 5G കേസിൽ ജൂഹി ചൗളയ്ക്ക് 20 ലക്ഷം രൂപ പിഴ. 5G ആളുകളിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള ജൂഹി ചൗളയുടെ വാദം അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ INS സന്ധ്യക് അത് ഡീകമ്മീഷൻ ചെയ്തു. നമ്മുടെ ഷിപ്പായിരുന്നു. 40 വർഷത്തോളം പല ഓപ്പറേഷൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഷിപ്പാണ്. ആ ഷിപ്പാണ് ഡീകമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ടിയാൻമെൻ വിജിൽ സൈറ്റ് അത് ഹോങ്കോങ് സീൽ ഓഫ് ചെയ്തിരിക്കുന്നു. ഹോങ്കോങ്ങിൽ ചൈനയ്ക്കെതിരായിട്ട് ആക്ടിവിസ്റ്റുകൾ വരുന്നു. അപ്പോൾ US says it stand with brave Chinese activist. US പറഞ്ഞു US ചൈനയിൽ റൈറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി നിലകൊള്ളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്സിഡന്റ് കഴിഞ്ഞ ദിവസം ശ്രീലങ്കയിൽ നടന്ന ആക്സിഡന്റ്, കാർഗോ ഷിപ്പ് ഫയറിൽ
അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പെറ്റീഷൻ വന്നിരിക്കുന്നു. അത് വലിയ പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. RBIയുടെ ക്രിപ്റ്റോ കറൻസി വ്യൂസ് view on cryptocurrency states have major concern. Thus, റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് അദ്ദേഹം പറഞ്ഞത്, സെൻട്രൽ ബാങ്കിന്റെ വ്യൂ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചുള്ളത്, ബിറ്റ്കോയിൻ റിമൈൻസ് അൺചേഞ്ച്ഡ്, അതിൽ മാറ്റമൊന്നുമില്ല. അത് ഇതില് ഒരു വോളറ്റൈൽ ഇൻസ്ട്രുമെന്റ് ആണ്. പ്രൈസ് ഒക്കെ വലിയ ഉയരും താഴും വളരെ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസീസ് നമ്മൾ നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഒഫീഷ്യൽ ഡിജിറ്റൽ കറൻസി വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് RBI ഗവർണറുടെ ഒരു നീക്കം മുൻപോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക്, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ആ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഹിന്ദു പത്രത്തിൽ നിന്നും നമ്മൾ ഈ ഡേറ്റ് നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത്, ആ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക. പേജ് 8 പുഷ് ഫോർ സിറ്റിസൺസ് ടു മൈനോറിറ്റി മൈഗ്രൻസ്, ജനറൽ സ്റ്റഡീസ് 2 ഗവേണൻസിൽ വരുന്നതാണ്. Migrants belonging to 6 non-Muslim communities from Pakistan, Afghanistan and Bangladesh who came to India on valid documents before 2014 are eligible to apply online for citizenship from any part of the country. 2014 മുമ്പ് ഇന്ത്യയുടെ 6 നേഷൻ മുസ്ലിം മൈനോറിറ്റി നേഷൻസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ആളുകൾ, അവിടെ മൈനോറിറ്റീസ് ആയിരുന്ന ആളുകൾ, അവർക്ക് എന്തിന് അവകാശമുണ്ട്? അവർക്ക് സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ട് എന്ന് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ആസാം നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് ഉണ്ട്, ആസാം, അത് കമ്പൈൽ ചെയ്തിട്ടുണ്ട്. 19 ലക്ഷത്തോളം ആളുകൾ, അതിൽ 3.29 അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു സ്റ്റേറ്റിൽ. അവരെ ഫൈനൽ രജിസ്റ്ററിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തു, ഒഴിവാക്കി. നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസിൽ. കാരണം നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടില് 2019 CAA വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അവിടുത്തെ മൈനോറിറ്റീസ് ആയിട്ടുള്ള ആളുകൾക്ക്, അവർക്ക് അവർ ഏതെങ്കിലും തരത്തിലുള്ള മതസ്വാതന്ത്ര്യമില്ലായ്മയും മറ്റും അനുഭവിക്കുമ്പോൾ അവർക്ക് ഇന്ത്യയിലേക്ക് സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. State government has demanded diversification of the process as large number of Hindus were left. സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞ അതിൽ ഒരുപാട് ഹിന്ദുക്കളും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു റീവെരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ പോകണം എന്നവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പോസിഷൻ പറയുന്ന ഒരു കാര്യം, അസംബ്ലി ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഇത് ഒരു മൈഗ്രൻസിന്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇവിടെ നിന്നൊക്കെയുള്ളവർക്ക് ഒരു ലോങ് ടൈം വിസാസിലാണ് വരുന്നത്. അവർക്ക് കൊടുക്കുക എന്നുള്ളത്, അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുക എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെ ഒരു പൊതു നടപടിക്രമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. The Chief Justice of India asked the Chief Justice of High Courts to ensure that recommendations for judicial appointments to the High Courts reflect the social diversity of the country. ഒരു സോഷ്യൽ ഡൈവേഴ്സിറ്റിയും കൂടി കണക്കിലെടുക്കുന്നതായിരിക്കണം ഹൈക്കോടതിയിലെ ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് എന്നുള്ള കാര്യം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്സിനോടാണ് പറഞ്ഞിരിക്കുന്നത്. പല വ്യത്യസ്ത സാമൂഹിക ധാരയിൽ നിന്നുള്ള ആളുകളെ ഉൾക്കൊള്ളിക്കണം. അപ്പൊ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ് സാധാരണ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് നടക്കുന്നത്. The judges of Supreme Court are appointed by the President after consultation with the number of judges of Supreme Court
and the high courts in the states as president may deem necessary for the purpose. Article 217 Indian Constitution പറയുന്ന judge of a high court shall be appointed by the president in consultation with the Chief Justice of India, governor of the state. In the case of appointment of judge other than the Chief Justice of the High Court. കൊളേജിയം സിസ്റ്റമാണ് ശുപാർശ ചെയ്യുന്നത്. അതിൽ ഈ കൊളേജിയത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും, 4 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഉണ്ടാവും. നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റി പഠിക്കുമ്പോൾ ഇത് വിശദമായിട്ട് പഠിക്കുന്ന. Amid US withdrawal, Beijing seeks to closer Afghan ties. International Relations നിന്നുള്ള ഒരു വാർത്തയാണ്. China is urging closer security and economic cooperation with Afghanistan in an apparent effort to bolster its influence in the region as the US and its allies prepare to withdraw their forces from the country. ചൈനയും അഫ്ഗാനിസ്ഥാനിൽ വലിയൊരു ഇൻഫ്ലുവൻസിന് ശ്രമിക്കുന്നു, ഫോറിൻ ട്രൂപ്സ് മാറുന്ന ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ചൈനയുടെ ഒരു ലോങ് resented in the presence of US and allied forces in Afghanistan, equally wary of the country becoming a haven of insurgents that could threaten security in its Xinjiang region. അതാണ് അവരെ സംബന്ധിച്ചൊരു പ്രശ്നം. ഒരു നാരോ ബോർഡർ ഉണ്ട് ചൈനയിലെ സിൻജിയാങ് റീജിയനും ഈ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാനുമായിട്ട്. അപ്പൊ അവിടെ നിന്നുള്ള ആളുകൾ, അവിടെ ചൈനയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ അവിടെ വരുമോ എന്നവര് ഭയക്കുന്നു. ക്രിമിനൽ ആക്ടിവിറ്റീസിന് അതൊരു ഗ്രൗണ്ടായി മാറുമോ എന്നവര് ഭയക്കുന്നു. അമേരിക്കയിൽ നിന്ന് ട്രൂപ്പും നാറ്റോ ട്രൂപ്പും മാറുകയാണ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മാറുകയാണ്. 11 സെപ്റ്റംബർ 2021 മാറും. 9/11 അറ്റാക്സിന്റെ ഏതാണ്ട് 20ാമത്തെ വാർഷികത്തിൽ. എന്തുകൊണ്ടാണ് മാറുന്നത്? അമേരിക്കയെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ ചെലവാണ്. ഇവരെയൊക്കെ പിടിച്ചു നിർത്തുക എന്നത് വലിയ ചെലവാണ്. 17 cases of use of chemical weapons by Syria. OPCW IR വരുന്നതാണ് GS2. ഇന്റർനാഷണൽ കെമിക്കൽ വെപ്പൺസ് വാച്ച് ഡോഗ് പറഞ്ഞത് 77 അലിഗേഷൻസ് ഉണ്ട് സിറിയക്കെതിരെ. അതിൽ തന്നെ 11 കേസസ് യൂസ് ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത്. അതൊരു ഡിസ്റ്റർബിംഗ് റിയാലിറ്റിയാണ്. കെമിക്കൽ വെപ്പൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണ്. Organization for the Prohibition of Chemical Weapons will be taking up new issue at its next consultation with Syria. Syrian Air Force behind chemical attacks. In 2020, the Organization for the Prohibition of the Chemical Weapons has said that Syrian Air Force carried out 3 chemical attacks on village in Syria's Western Hama region. The chemical weapons in ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട്, ഒഴിവാക്കേണ്ടതുണ്ട്. RBI റേറ്റ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്ന പേജ് 1-ലെയാണ്. GDP ഫോർകാസ്റ്റ് കട്ട് ചെയ്യാൻ, ഫോർകാസ്റ്റിന് വേണ്ടിയിട്ട്. ഞാൻ സ്റ്റഡീസ് 3 എക്കണോമിയിൽ നിന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് നിലനിൽക്കും. ഇറ്റ് വുഡ് റീറ്റെയിൻ ഇറ്റ്സ് അക്കോമഡേറ്റീവ് സ്റ്റാൻഡ്സ്. കാരണം നമുക്കറിയാം GDP ഗ്രോത്ത് റേറ്റിന് ഫിസിക്കൽ ഇയറിൽ അത് GDP ഗ്രോത്ത് റേറ്റിൽ കാര്യമായ മാറ്റങ്ങൾ വരാതിരിക്കാൻ വേണ്ടി RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മാക്രോ എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട് കോവിഡിന്റെ 2ാമത്തെ തരംഗവും വരുന്ന സാഹചര്യത്തിൽ റിപ്പോ റേറ്റ് 4% നിജപ്പെടുത്തിയിരിക്കുകയും. റിപ്പോ ആൻഡ് റിവേഴ്സ് റേറ്റ് നിങ്ങൾക്കറിയാം, ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. Acknowledging that a sudden rise in COVID-19 infections and fatalities had impaired the nascent recovery that was under. ഇത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ എക്കണോമി റിക്കവറി സ്റ്റേജിലാണ്. അപ്പൊ ആണ് ഈ ഹിറ്റ് ചെയ്ത് 2ാമത്തെ സ്റ്റേജ് ഹിറ്റ് ചെയ്ത്. അപ്പോൾ അത് അധികമായിട്ട് ഇമ്പാക്ട് ചെയ്യാണ്ടിരിക്കാനാണ് ഇങ്ങനെയുള്ള വരുന്നത്. RBI 1.2 ലക്ഷം കോടി രൂപ വിലയുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്തു. GS3-ൽ നിന്നുള്ള എക്കണോമിയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. 1.2 ലക്ഷം കോടി രൂപ വിലയുള്ള
ഗവൺമെന്റ് സെക്യൂരിറ്റീസ് Q2 പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഗവൺമെന്റിന്റെ മാർക്കറ്റിൽ കൂടുതൽ പണം വരാൻ വേണ്ടിയിട്ട് RBI ചെയ്യുന്ന പരിപാടി, ലിക്വിഡിറ്റി മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഭാഗം. അപ്പോൾ RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫണ്ട് മാർക്കറ്റിലേക്ക് എത്തും, മാർക്കറ്റ് ലിക്വിഡിറ്റി കൃത്യമായ രീതിയിൽ നടക്കുകയും ചെയ്യും. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചുള്ളത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വാർത്ത തന്നെയാണ്. ക്രിപ്റ്റോ കറൻസി റെഗുലേഷൻ വന്നിട്ടുണ്ട്. RBI പ്രിവെന്റിങ് ഓൾ ബാങ്ക്സ് ഫ്രം ഡീലിംഗ് വിത്ത് ക്രിപ്റ്റോ കറൻസീസ് എന്നുള്ളത് പറഞ്ഞു. റീസെന്റ് ഗവൺമെന്റ് അനൗൺസ് ചെയ്ത ഒരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ക്രിപ്റ്റോ കറൻസി ആൻഡ് റെഗുലേഷൻ ഓഫ് ഒഫീഷ്യൽ ഡിജിറ്റൽ കറൻസി ബിൽ 2021 ടു ക്രിയേറ്റ് എ സോവറിൻ ഡിജിറ്റൽ കറൻസി. നമ്മുടെ ഒരു പുതിയ ഒരു സോവറിൻ ഡിജിറ്റൽ കറൻസി വരികയാണ് ഇന്ത്യയുടേത്. ഇന്ത്യ ഫണ്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ബ്ലോക്ക് ചെയിൻ സ്റ്റാർട്ടപ്സ്. അത് 0.2% ആണ്. ഇത് നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഗ്ലോബലി ഉള്ള സെക്ടറിന്റെ അത്രയും പെർസെന്റേജ് ഉള്ളൂ. കൂടുതൽ ഈ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ്സും മറ്റുമൊക്കെ കടന്നു വരണം. നോ പ്ലാൻ ടു പ്രിന്റ് മോർ മണി അസേർട്സ് RBI ചീഫ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂടുതൽ മണി പ്രിന്റ് ചെയ്യാനുള്ള പ്ലാൻ ഇല്ല എന്നുള്ളത് ഈ ദിവസങ്ങളിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു. 6 കൺവെൻഷണൽ സബ്മറൈൻസ് ഏറ്റെടുക്കാൻ ഉള്ള നീക്കത്തിലേക്ക് പോകുന്നു. അതിന് നോഡ് കിട്ടിയിരിക്കുന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ 43,000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ആണിത്. നമ്മുടെ ആർമിയെ നവീകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മോഡൽ. ഇതൊരു ഈ മേഖലയെ വൺ ഓഫ് ദി ലാർജസ്റ്റ് മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ട്സ്, ഈ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് ആണ്. ഒരു 30-year submarine construction program envisioned by the government to acquire national competence in their building and for Indian industry to independently design and construct them. RPF is expected to be issued in the next couple of months. ഇത് നടക്കുന്നത് മസഗോൺ ഡോക്സ് ലിമിറ്റഡിലും ലാർസൺ ആൻഡ് ടർബോ ഇവർ രണ്ടു ചേർന്നുള്ള ഒരു പാർട്ട്ണർഷിപ്പിലാണ് ഇടയിൽ നടക്കാൻ പോകുന്നത്. അതുപോലെ നേവിയുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ ആയിട്ട് മറ്റ് 5 ഫോറിൻ കമ്പനികളെ കൂടി നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സ്പുട്നിക് 5 വാക്സിൻ, അതിന് DGIയുടെ അപ്രൂവൽ ലഭിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ വാക്സിൻ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പൊ സ്പുട്നിക് 5 വാക്സിൻ കൂടി ഇന്ത്യയിൽ കടന്നു വരികയാണ്. സ്പുട്നിക് 5 വാക്സിനും കൂടി കടന്നു വരുന്നതോടുകൂടി വാക്സിൻ ഷോർട്ടേജ് ഒക്കെ ഒരു പരിധിവരെ മാറും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. INS സന്ധ്യക് ഡീകമ്മീഷൻ 40 വർഷമായിട്ട് ഇന്ത്യൻ നേവിയെ സപ്പോർട്ട് ചെയ്തിരുന്ന കപ്പലായിരുന്നു സന്ധ്യക്. അത് ഡീകമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. ഹൈഡ്രോഗ്രാഫിക് സർവേ അതിനു വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന and description of the physical features of ocean, seas, coastal areas, lakes and rivers. അതിനാണ് ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറയുന്നത്. മാരിടൈം നാവിഗേഷന്റെ ഭാഗമാണ്. ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ 1921 എസ്റ്റാബ്ലിഷ് ചെയ്ത ബോഡിയാണ്. ഇന്ത്യയും അതിലൊരു മെമ്പറാണ്. ഇന്ത്യയുടെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിലേക്കുള്ള നമ്മുടെ ക്ലീൻ എനർജി ആ മേഖലയിലൊക്കെ നമ്മൾ വളരെ മുൻപിൽ വന്നു നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു 60 പോയിന്റിൽ 2019 നമ്മളുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നമ്മുടെ സ്കോർ എന്ന് പറഞ്ഞ 60 ആയിരുന്നു. അതിപ്പോ എത്രയായി? അത് 66-ൽ എത്തി നിൽക്കുകയാണ്. പോവർട്ടി, ഹങ്കർ ഇതിനെയൊക്കെ ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഉള്ളത്. സദേൺ ആൻഡ് വെസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ക്യാമ്പയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറൻസസ് വന്നിട്ടുണ്ട്. കേരളമാണ് ടോപ്പില് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളിലേക്ക്, നേട്ടങ്ങളിലേക്ക് ഒക്കെ തന്നെ കാര്യങ്ങൾ പോകുവാൻ ഇത് ഇടയാകും എന്നുള്ളത് നമുക്ക് കാണാം. സിഗ്നിഫിക്കന്റ് മിസ് UN അസസ്മെന്റ് ഓഫ് ദ ഇമ്പാക്ട് COVID-19
had said that South Asian region may be rising inequality. കോവിഡ് കാലഘട്ടത്തിൽ സൗത്ത് ഏഷ്യൻ റീജിയനിൽ ഇനീക്വാലിറ്റി ഉണ്ട് എന്നുള്ളത് UN ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ പല മേഖലകളിലും നമുക്ക് മുൻപോട്ടേക്ക് വരാൻ പറ്റി. അത് വളരെ അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യം. സേവിങ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ള ഒരു ലേഖനം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. വേൾഡ് എർത്ത് ഡേ ആണ്. എർത്ത് ഡേയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്തയാണ്. ഇന്ത്യയുടെ ഒരു വാസ്റ്റ് റിച്ച് ബയോഡൈവേഴ്സിറ്റി നമുക്കൊരു യുണീക്ക് ഐഡന്റിറ്റി തരുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റി ഒരു പെർപ്പച്വൽ സോഴ്സ് ആണ്, സ്പിരിച്വൽ എൻറിച്ച്മെന്റിന്റെ ആണ്. അത് പലപ്പോഴും നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ്ങിന്റെയും കൂടി അടിത്തറ കൂടിയാണ് ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എത്രമാത്രം വലിയ ഒരു വാല്യൂ ആണ് ഈ ഗ്രാസ് ലാൻഡ്സും വെറ്റ്ലാൻഡും ഫ്രഷ് വാട്ടർ മറൈനും ഒക്കെ ആഡ് ചെയ്യപ്പെടും. പക്ഷെ പലപ്പോഴും നമുക്കറിയാം ഇത് പൊല്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ ബയോഡൈവേഴ്സിറ്റിയാണ് ഡിക്ലൈൻ ചെയ്യപ്പെടും. 7% ഫോറസ്റ്റ് നമുക്ക് ഗ്ലോബലി 2000-ന് ശേഷം നഷ്ടപ്പെട്ടു. അപ്പൊ ഈ അവസ്ഥയ്ക്കൊക്കെ നമ്മൾ തിരിച്ചു വരേണ്ട ഒരു കാര്യം വൺ ഹെൽത്ത് ഫോർ ഓൾ ലിവിങ് ഓർഗാനിസംസ് എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക്, വസുദൈവ കുടുംബകം എന്നൊക്കെ പറയുന്നത് പോലെ വൺ ഹെൽത്ത് ഫോർ ഓൾ ലിവിങ്, അത് സോയിലുള്ളതാണെങ്കിലും സമുദ്രത്തിലുള്ളതാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ എന്നുള്ളൊരു കാഴ്ചപ്പാട് വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഈ ലേഖനം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. നമ്മൾ റെസ്റ്റോറിങ്, കൺസർവിങ്, സസ്റ്റൈനബിലിറ്റി, നാച്ചുറൽ ഹെറിറ്റേജ്, ഈ മേഖലകൾക്കെല്ലാം വലിയ പ്രാധാന്യം കൊടുക്കണം. പോളിസി ഓറിയന്റഡ് ബയോഡൈവേഴ്സിറ്റി ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യപ്പെടണം. ഓൺഗോയിങ് സ്പ്രെഡ് COVID-19 places this mission among the most significant national initiatives. Lack of pandemic has exposed the dysfunctional relationship between humanity and nature, and we must urgently address the issues laid bare. Rural unemployment issue ആണ്, ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് ഇഷ്യൂസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പം മിറ്റിഗേഷൻ പ്രോഗ്രാംസ് അത് പലപ്പോഴും റീസ്റ്റോർ ചെയ്യാനും നാച്ചുറൽ അസറ്റ്സ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കണം. അത് കോടികളുടെ വിലമതിക്കുന്നതാണ് ഇന്ത്യയുടെ നാച്ചുറൽ അസറ്റ്സ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ നമ്മൾ റീജുവനേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഇന്നത്തെ ഈ ഒരു ലേഖനം ചർച്ച ചെയ്യും. ഒരു പ്ലാൻഡ് മിഷൻ ആവശ്യമുണ്ട്. ഇതിനൊരു കേഡർ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ചും ഒക്കെ തന്നെ ചർച്ച പോകുന്നു. അപ്പോൾ MCQസിലേക്ക് പോകുന്നു. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Assam is the only state where National Register of Citizens has been compiled. The state government demanded reversification of the process as a large number of Hindus were left out. C ആണ് ഉത്തരം. രണ്ടും ശരിയാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരി. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. RBI for the year 21-22 has decided to put a place a secondary market government security acquisition program, GSAB 1.0. It is a part of RBI's open market operation. അതും രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം. In 2018, RBI issued a circular preventing all banks from dealing in cryptocurrencies. The circular was declared unconstitutional by Supreme Court in May 2020. അതും രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. Consider the following statements. Defense Acquisition Council proved the issuance of a request for proposal for the construction of 6 conventional submarines under Project 75I at an estimated cost of 43,000 crore. It also approved the procurement of air defense guns and ammunition for the army at an approximate cost of 6,000. Both 1 and 2. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇതെല്ലാം മനസ്സിലാക്കുക. എല്ലാ ദിവസവും നമ്മുടെ അനാലിസിസ് കേൾക്കുക. കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് 1-2 ദിവസങ്ങളിൽ ഹിന്ദു അനാലിസിസ് ചെയ്യാൻ സാധിച്ചില്ല. എനിക്ക് വാക്സിൻ എടുത്തത് മൂലമുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആഴ്ച മുതൽ നമ്മളിത് കൃത്യമായിട്ട് മുൻപോട്ടേക്ക് പോകും. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും.